അവസാനം ഇന്നലെ വന്ന ഒരു വാർത്ത സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങാം. ഇടുക്കി ജില്ലയിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കൗമാരക്കാരൻ തൻ്റെ അച്ഛനെയും അമ്മയെയും വധിച്ചു, കൊന്നു. അഥവാ ഇവിടെ മാതാപിതാക്കളുണ്ടാവും, തങ്ങളുടെ മക്കളെ പറ്റി ആലോചിക്കാം. ആ മക്കൾ നിങ്ങളെ വധിക്കുന്നതിനെ പറ്റി ഒന്ന് ഇമാജിൻ ചെയ്യുക, സങ്കല്പിക്കാം. എത്രത്തോളം ഗൗരവകരമാണ് അല്ലെങ്കിൽ എത്രത്തോളം അസ്വാഭാവികമാണ് ആ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള അയൽവാസികളൊക്കെ ആയിട്ടുള്ള ആരെങ്കിലും അവരുടെ മക്കൾ വധിക്കുന്നത് നമ്മളെ പരിചയത്തിലുള്ള ആളുകളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക. അത് സംഭവിക്കുന്നത് ആ മാതാപിതാക്കളും മക്കളും തമ്മിൽ ആ മകനും തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ല, മറിച്ച് ആ മകൻ ലഹരിക്ക് അടിമയായിരുന്നു. ഇങ്ങനത്തെ അനേകം കേസുകൾ നമ്മൾ പലതരത്തിലുള്ള വാർത്തകളായിട്ട് നമ്മൾ കേട്ടതാണ്. ഈ കഴിഞ്ഞ വർഷമാണ് അഫാൻ എന്ന് പറയുന്ന ഒരു ലഹരിക്കടിമയായ, ലഹരി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഏതൊക്കെയോ സിന്തറ്റിക് ഡ്രഗ്സ് മാത്രമല്ല, മദ്യപാനം അടങ്ങുന്ന ലഹരിയാണ്. മദ്യത്തിനായിരുന്നു ആ അഫാൻ അടിമയായിരുന്നത്. മദ്യത്തിനടിമയായിരുന്ന അഫാൻ 6 പേരെയാണ് തൻ്റെ കുടുംബത്തിൽ ഏറ്റവും അടുത്തുള്ള 6 പേരെയാണ് മദ്യത്തിൻ്റെ ലഹരിയിൽ അയാൾ വധിച്ചത്. ഇങ്ങനത്തെ അനേകം കേസുകൾ, ഇത് വധം മാത്രമല്ല, മോഷണ കേസുകൾ, അക്രമങ്ങൾ, വളരെ മോശം സ്വഭാവങ്ങൾ, ജോലി സ്ഥലത്തെ പെരുമാറ്റ പ്രശ്നങ്ങൾ, ജോലി നഷ്ടപ്പെടലുകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, ആത്മഹത്യകൾ, ഇങ്ങനെ അനേകം പ്രശ്നങ്ങൾ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിലും അവരിലൂടെ മറ്റു മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ടാകാൻ കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഈ പാനൽ ഡിസ്കഷനിൽ ചർച്ച ചെയ്യുന്നത്, അഥവാ ലഹരിയെ പറ്റിയിട്ട്. ഈ വിഷയത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്നത്, ഈ വിഷയത്തിൽ നമുക്ക് ഏറ്റവും കൃത്യമായി ഓരോ വശങ്ങളും ഓരോ തലങ്ങളും പറഞ്ഞു തരാൻ കഴിയുന്ന പാനലിസ്റ്റുകളാണ്. ഒന്ന് GHS സാധവനാടിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള ബഹുമാനായിട്ടുള്ള സുഹേൽ സാബിർ സാറാണ്. അദ്ദേഹം അധ്യാപകനാണ്. ഒരു സ്കൂളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ എങ്ങനെയാണ് ഈ വിഷയങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് നമുക്ക് പറഞ്ഞു തരാൻ കഴിയും. മറ്റൊന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിവെൻറ്റീവ് ഓഫീസറായിട്ടുള്ള ലത്തീഫ് സാറാണ്. ലത്തീഫ് സാറിന് എക്സൈസുമായിട്ട് ബന്ധപ്പെട്ടും ലീഗൽ സൈഡുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ ക്രമസമാധാനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ലഹരി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പറഞ്ഞു തരാൻ കഴിയും. മറ്റൊന്ന് പ്രൊഫസർ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ KMCT മെഡിക്കൽ കോളേജ് ഡോക്ടർ മുബഷിർ സാറാണ്. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ തലം, അത് ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു ഡ്രഗ്സ് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ കഴിയും. അഥവാ ഏകദേശം ഇതിൻ്റെ എല്ലാ വശങ്ങളും നമ്മളോട് ചർച്ച ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച പാനലിസ്റ്റാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചർച്ചയുടെ അവസാനം വരെ ലഹരി എന്ന് പറയുന്ന വിഷയത്തിൻ്റെ വിവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. അത് മനസ്സിലാക്കാനും അതിലൂടെ തൻ്റെ മക്കളെയും തങ്ങളുടെ കുടുംബത്തിലുള്ള അയൽവാസികളായിട്ടുള്ള ആളുകളിലുള്ള തൊട്ടടുത്ത വിദ്യാർത്ഥികളെയും തലമുറയെയൊക്കെ ലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ, അതുമായിട്ട് ബന്ധപ്പെട്ട അവബോധം അവർക്ക് കൂടി പകരാൻ പറ്റുന്ന രീതിയിൽ ഈ വിഷയം പഠിക്കാൻ ഉള്ള ചിന്താഗതിയിൽ, മനസ്ഥിതിയിൽ ഓരോരുത്തരും ഇരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാനും. ആദ്യമായിട്ട് സുഹേൽ സാറിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ലഹരിയെപ്പറ്റി പല രീതിയിലും പലതരത്തിലുള്ള വാർത്തകൾ കേൾക്കാറുണ്ട്. അപ്പോൾ വാർത്തകളിലൊക്കെ ഓരോ ഇൻസിഡൻറ്റുകളെ പറ്റിയാണ് കേൾക്കാറുള്ളത്. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ലഹരിയുടെ നിലവിലെ 2026 അവസ്ഥ എന്താണ്? എസ്പെഷ്യലി സാറിൻ്റെ ഒരു മേഖലയായിട്ടുള്ള സ്കൂൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്നൊരു ഏരിയ എടുക്കുകയാണെങ്കിൽ എന്താണ് ലഹരി ഉപയോഗം എന്നൊരു വിഷയത്തിൽ അല്ലെങ്കിൽ ആ തരത്തിൽ എന്താണ് വിദ്യാർത്ഥികളുടെ നിലവിലെ സാഹചര്യം? അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വെളിച്ചത്തിൻ്റെ 22ാം ഘട്ടത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു സെഷൻ തിരഞ്ഞെടുത്തതിൽ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങളെ നിത്യമായ ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന ലഹരിക്കെതിരെയുള്ള ഒരു വെളിച്ചം കൂടിയാകട്ടെ നമ്മുടെ ഈ സംഗമം എന്നാഗ്രഹിക്കുകയാണ്. 2000-ൽ ലഹരി ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ പ്രായം 22 വയസ്സായിരുന്നു. 2026 ആകുമ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരുടെ പ്രായം 12 വയസ്സാണ് എന്നുള്ളത് ഈ സദസ്സിനെയും എന്നെയുമൊക്കെ വല്ലാതെ ആശങ്കപ്പെടുത്തണം. ലഹരി ഉപയോഗിക്കുന്നതിൽ 9% 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അധ്യാപകൻ എന്ന നിലയിൽ ഒട്ടേറെ അധ്യാപകരുള്ള ഈ സദസ്സിൽ എൻ്റെ ഒരു വിനീതമായ ആശയം പങ്കുവെക്കുന്നത്, ഒരു അധ്യാപകൻ്റെ മുമ്പിൽ 1 വർഷം മുതൽ 3 വർഷം വരെ
ഒരു കുട്ടിയെ കിട്ടിയിട്ട് ആ കുട്ടിയെ ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ ഈ വഴികളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും അധ്യാപകരെന്ന നിലയിൽ സാധിച്ചിട്ടില്ലെങ്കിൽ അത് ഏറ്റവും വലിയ ദുരന്തമാണ്. എങ്ങനെയാണ് കുട്ടികൾ ലഹരിയിലേക്ക് എത്തിപ്പെടുന്നത്? ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം പുതിയ കാലത്തെ ലഹരികളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം വളരെ രഹസ്യമായി അവർക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുന്നു എന്നതാണ്. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളും. ഒരനുഭവം പങ്കുവെക്കട്ടെ. ഈ അനുഭവം പങ്കുവെക്കുമ്പോൾ അല്പം പ്രയാസമാണ്. കാരണം തിന്മക്ക് പ്രചാരണം നൽകരുത് എന്നതുപോലും ശരിയാണ്. പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന നെയിൽ പോളിഷ്, ആ നെയിൽ പോളിഷ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പെൺകുട്ടി, ഒരു പ്രത്യേകതരം നെയിൽ പോളിഷ് മാത്രമാണ് കുട്ടിക്ക് ഇഷ്ടം. ആ കുട്ടി എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നു എന്നതിൻ്റെ പിന്നാലെ ഒരു അധ്യാപിക പോയപ്പോഴാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം അറിഞ്ഞത്. ആ നെയിൽ പോളിഷിൽ ഗ്ലാസിൻ്റെ പൊടിച്ച് ചേർത്തുകയാണ്. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നെയിൽ പോളിഷ് വിരലിൽ ധരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ക്രാച്ചിലൂടെ കിട്ടുന്ന ലഹരിയുടെ ഉന്മാദത്തിലാണ് ആ പെൺകുട്ടി. ഇതൊരു ചെറിയ ചിത്രം മാത്രമാണ്. എൻ്റെ ഒരു സഹപ്രവർത്തക എന്നോട് ഒരിക്കൽ പറഞ്ഞത്, മാഷേ, ഇന്ന ക്ലാസ്സിലേക്ക് എനിക്ക് പോകാൻ ഭയമാണ്, അവിടെയുള്ള കുട്ടികൾ, 1-2 കുട്ടികളുടെ നോട്ടം എന്നെ ഭയപ്പെടുത്തുന്നു എന്നാണ്. ഒരുപക്ഷെ അതിന് പല കാരണങ്ങളുണ്ടാകാം. എന്നാൽ സ്വന്തം മുമ്പിൽ നിൽക്കുന്ന അധ്യാപികയെയും തൻ്റെ അമ്മയെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു വിദ്യാർത്ഥി എത്തുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം ലഹരി തന്നെയാണ്. ലഹരിയിലേക്ക് എത്തുന്ന ഒരു ഘട്ടം പരിശോധിച്ചാൽ ആദ്യഘട്ടത്തിൽ ലഹരിയുടെ തിന്മയെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് നന്നായി അറിയാം. ബോധവൽക്കരണങ്ങളും ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം അറിയുന്ന ഒരു കുട്ടി ആദ്യം ഉപയോഗിക്കുമ്പോൾ അവൻ്റെ മനസ്സിലുള്ളത് ഒരു പരീക്ഷണമാണ്, ഒരു എക്സ്പെരിമെൻ്റൽ യൂസാണ്. ആദ്യത്തെ ഒരു തവണയല്ലേ, ഉപയോഗിച്ച് നോക്കുമ്പോൾ കേട്ടതുപോലെയുള്ള വലിയ അപകടങ്ങളൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല, കുട്ടിക്ക് സമാധാനമാവുകയാണ്. പിന്നീട് ആ കുട്ടി തീരെ അത് ഉപയോഗിക്കുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞ് വീണ്ടും ഒരിക്കൽ കൂടി അത് ഉപയോഗിക്കുന്നു. അപ്പോഴും കുട്ടിക്ക് ഒരു ആശ്വാസമുണ്ട്, ഞാൻ കഴിഞ്ഞ തവണ ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നീട് ആ കുട്ടി അത് ഒക്കേഷണൽ യൂസറായി മാറുന്നു. പ്രത്യേക അവസരങ്ങളിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ ധാരാളം അടിച്ചുപൊളി ആഘോഷത്തിൻ്റെ അവസരങ്ങളുണ്ട്. ഓണാഘോഷം വരാൻ പോവുകയാണ്. മിക്ക വിദ്യാലയങ്ങളിലും ആഘോഷത്തിൻ്റെ ഭാഗമായി കുട്ടികളുടെ DJ ഡാൻസുകളാണ്, സ്കൂൾ ടൂറുകളാണ്. ഇങ്ങനെ അവസരം കിട്ടുമ്പോൾ ആ അവസരത്തിൽ ഇത് ഉപയോഗിക്കുന്നു. കുറച്ചും കൂടി കഴിയുമ്പോൾ പിന്നീട് അവൻ അതിൻ്റെ റെഗുലർ യൂസിലേക്ക് എത്തുന്നു. ആഴ്ചയിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ, അത് ദിവസത്തിലൊരിക്കലായി മാറുന്നു. ഏറ്റവും അവസാന ഘട്ടത്തിൽ അവൻ അതിൻ്റെ അഡിക്റ്റായി മാറുന്നു. ഈ ഘട്ടങ്ങളിൽ ആദ്യ ഘട്ടം എന്നുള്ളത് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, ഇവിടെ വിദ്യാർത്ഥികളുടെ സ്കൂളിലെ അവസ്ഥകളെ പറ്റി സൂചിപ്പിച്ചു. അപ്പോൾ ലത്തീഫ് സാർ കുറച്ചും കൂടി കേസുകൾ അറ്റൻഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഗൗരവകരമായ, കുറച്ചുകൂടി പ്രശ്നവൽക്കരിക്കാൻ പറ്റുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതാനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ തരത്തിൽ എന്താണ് നാട്ടിലെ മൊത്തത്തിലുള്ള കൗമാരത്തെ യുവാക്കൾ എടുത്തു കഴിഞ്ഞാൽ അവരിലുള്ള ലഹരി ഉപയോഗം, ഏതൊക്കെ തരത്തിലുള്ള കേസുകളാണ് സാർ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്? അത് സാറ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പൊതു പിക്ചർ എന്താണ്? അസ്സലാമു അലൈക്കും. എക്സൈസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഓരോ ദിവസവും നമ്മുടെ രക്ഷിതാക്കളുടെ വളരെ ദയനീയ രംഗങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇത്തരം കേസുകളിൽ, ഇപ്പം ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലാകുന്ന കുട്ടികൾ, അപ്പോൾ ഇവരെ ഞങ്ങൾ ഓഫീസിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ പാരൻസിനെ അറിയിക്കണം. അങ്ങനെ അവരോട് ഇവരുടെ രക്ഷിതാക്കളുടെ നമ്പർ ചോദിക്കും. അങ്ങനെ നമ്പർ ചോദിക്കുമ്പം അവർ നമ്പർ തരില്ല, അവർ വാവിട്ട് കരയും. എന്താ, അതുവരെ അവർ
അതീവ രഹസ്യമായി കൊണ്ടുകിടന്ന ഒരു ശീലം. അത് എൻ്റെ മാതാപിതാക്കൾ അറിയാൻ പോവുക എന്ന് അവരിങ്ങനെ മനസ്സിലാക്കുക. അങ്ങനെ നിർബന്ധിച്ച് അവരോട് നമ്പർ മേടിച്ച് ഞങ്ങൾ വിളിക്കും. വിളിച്ചാലോ നിങ്ങളെ മകനെ അല്ലെ മകളെ ഇങ്ങനെ ഞങ്ങൾ മയക്കുമരുന്നായി പിടിച്ചിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ രക്ഷിതാക്കൾ വിശ്വസിക്കില്ല. ഇപ്പം ഈ അടുത്ത കാലത്തിന് പിന്നെ ഒരു ദിവസം രാത്രി ഞങ്ങൾ ചെക്കിങ്ങിൻ്റെ ഇടയിൽ ഒരു പയ്യനെ മയക്കുമരുന്നുമായി പിടിച്ചു, അറസ്റ്റ് ചെയ്തു. അങ്ങനെ കൊണ്ടുവന്ന് സെല്ലിലിട്ടു. അവൻ്റെ ഫാദറിൻ്റെ നമ്പർ നിർബന്ധിച്ച് മേടിച്ചു, അങ്ങനെ വിളിച്ചു. അപ്പോൾ ആ പിതാവ് ഞങ്ങളോട് പറയുക, നിങ്ങൾക്ക് ആൾ മാറിപ്പോയിട്ടുണ്ടാവും, എൻ്റെ മകന് ഇവിടെ മുകളിലത്തെ നിലയിൽ റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അത് എന്ത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ ആ സാറ് പറഞ്ഞു ഇങ്ങനെ ആ ഫോണ് കട്ട് ചെയ്യാതെ ഒന്ന് റൂമിലേക്കൊന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ റൂമിൽ പോയി കാണില്ല, കാരണം അവന് ഞങ്ങളെ കൂടെയുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ഞങ്ങളിങ്ങനെ ഫോണിലൂടെ ഇങ്ങനെ കേൾക്കുക, അവിടുന്ന് കരച്ചിലും ഒക്കെ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ ദയനീയമായ അവസ്ഥ. അങ്ങനെ പിന്നെ അവർ ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ മകനെ അല്ലെ മകളെ ഞങ്ങളുടെ ലോക്കപ്പ് കാണുമ്പോഴുള്ള അവസ്ഥ അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കാരണം എൻ്റെ മോന് അല്ലെ എൻ്റെ മോള് ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തും എന്ന് ഒരു മാതാപിതാക്കളും പ്രതീക്ഷിക്കില്ലല്ലോ. പിന്നെ അവരവിടെ ആ ലോക്കപ്പിൽ ഇവരെ കാണുമ്പോഴുള്ള അവസ്ഥ, പിന്നെ ഞങ്ങളെ മുമ്പ് ബോധം കെട്ട് വീഴുക, പിന്നെ അവരെ അടിക്കാൻ നോക്കുക, അലറിക്കരഞ്ഞ്, അങ്ങനത്തെ ദയനീയ അവസ്ഥ. ഓരോ ദിവസവും ഇങ്ങനത്തെ ഓരോ വിഷയങ്ങൾ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. വീട്ടിൽ പോയാൽ ഒരു സമാധാനവും ഉണ്ടാവില്ല, കാരണം ദിവസവും ഇതാണ് കാണുക, ഇങ്ങനത്തെ ഓരോ അവസ്ഥകൾ. പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പോയ സമയത്ത് തന്നെ പിന്നെ എന്നോടൊരു ഇപ്പം നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികളൊന്നും ഇങ്ങനെയൊന്നും പെടില്ല, എല്ലാവർക്കും ഒരു അമിതമായൊരു വിശ്വാസമാണ്. പിന്നെ എൻ്റെ കുട്ടി ഇങ്ങനെ പെടില്ല എന്ന് വിചാരിക്കും. അപ്പോൾ എന്നോട് ഇങ്ങനൊരു പ്രോഗ്രാമിൽ പോയ സമയത്ത് ഒരു അധ്യാപകനായ ഒരാളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ നമുക്ക് എൻ്റെ സ്കൂളിൽ ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ഡേറ്റ് കണ്ടോളൂ, ഞങ്ങളൊക്കെയാണ്, നമുക്ക് ചെയ്യാം, നമുക്ക് അവയർനെസ് പ്രോഗ്രാം നടത്താം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പിരിഞ്ഞു. പിന്നെ ഒരു 2-3 ആഴ്ചക്ക് ശേഷം ഞങ്ങളെ ഒരു ചെക്ക് പോസ്റ്റിൽ വെച്ച് ഒരു വാഹന പരിശോധനയ്ക്കിടെ ഒരു പയ്യനെ ഞങ്ങൾ അതിമാരകമായ മയക്കുമരുന്ന് ഒരു ഉയർന്ന അളവിൽ, പിന്നെ ഒരു 20 വർഷമൊക്കെ തടവിട്ടാകുന്ന അത്രയും അളവിൽ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഇവൻ്റെ അഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ശരിക്കും ഞങ്ങൾ ഞെട്ടി. കാരണം എന്നോട് മുമ്പ് സംസാരിച്ച ആ അധ്യാപകൻ്റെ മകനാണ് അദ്ദേഹം, ആ കുട്ടി. ആലോചിച്ച് നോക്കണം. അപ്പോൾ അവൻ്റെ മാതാവ് ഒരു അധ്യാപികയാണ്, ഉപ്പ ഒരു അധ്യാപകനാണ്. അങ്ങനെ പിന്നെ അറസ്റ്റിലായി. പിന്നെ ആ പയ്യൻ കുറേ റിമാൻഡിൽ കടന്നു. ആ കുടുംബത്തിന് അപമാനം. പിന്നെ ഈ അടുത്ത കാലത്ത് അദ്ദേഹം എന്നെ നേരിട്ട് കണ്ടിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞിട്ടും തീരുന്നില്ല, എന്തോ ഒരു കുഴിയിൽ വീണ ഒരവസ്ഥ. കാരണം ആകെ നാട്ടിൽ മൊത്തം അപമാനിതരായി, പിന്നെ കേസിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ ദയനീയമായ അവസ്ഥ. ഇങ്ങനെ അപ്പോൾ നമ്മളെ രക്ഷിതാക്കൾ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതാണ്. യെസ്, വളരെ പ്രധാനപ്പെട്ടൊരു ഏരിയയാണ് പറഞ്ഞത്. കാരണം ആരും നമ്മളുടെ മക്കളെ അത്തരത്തിൽ കാണാൻ ആഗ്രഹിക്കില്ല, പ്രതീക്ഷിക്കില്ല. നമ്മളുടെ മക്കൾ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കാണുന്ന ആളുകളായിരിക്കും, വലിയ പ്രതീക്ഷ നമുക്കുള്ള മക്കളായിരിക്കും. അവരിൽ നമ്മൾ കാണുന്ന പിക്ചർ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു വിദൂര സാധ്യത പോലും നൽകാത്ത രീതിയിലുള്ളതായിരിക്കും. അവിടെ നിന്ന് ഇത്തരത്തിലൊരു ഒരു കാര്യം അറിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു മാതാപിതാക്കൾ തകർന്നു പോകുന്നുള്ളതാണ്. പക്ഷെ അത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഉദാഹരണങ്ങളടക്കം അധ്യാപകരുടെ മക്കൾ എന്ന് പറയുമ്പോൾ അത്രയും നമ്മളതിന് സാധ്യത കൊടുക്കണം, മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉപരിസാരേക്ക് പോവുകയാണെങ്കിൽ അത്രത്തോളം ഇപ്പം നമുക്ക് സമൂഹത്തിൽ അഡിക്ഷൻ കാണാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ ആരിലും കാണാൻ പറ്റുന്ന രീതിയിൽ ഇത്തരം വസ്തുക്കളോട്
ആശ്രിതത്വം ഉണ്ടാവുക, ഡിപ്പെൻഡൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ അഡിക്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്നൊരു കാര്യം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് ഒരു മെഡിക്കൽ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ സമൂഹത്തിൽ കാണാൻ കഴിയുന്ന അഡിക്ഷൻ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ അമിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗങ്ങൾ കാണാൻ കഴിയും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലഹരി നമ്മൾ കേട്ട ലഹരിയുടെ കൂടെ കേൾക്കാത്ത ഒരുപാട് ലഹരികളും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കൊക്കെ ആദ്യകാലങ്ങളിൽ അറിയുന്ന ഒരു ലഹരി ബ്രൗൺ ഷുഗറാണ്. ഹെറോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദാർത്ഥമാണ് ബ്രൗൺ ഷുഗർ. അവിടുന്ന് നമ്മൾ താഴോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ ഫെൻറ്റാനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനസ്തേഷ്യ കൊടുക്കുന്ന ഡ്രഗ് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. കീറ്റമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ കേൾക്കുന്ന കൊക്കൈനായിരുന്നു ഒരു കാലത്ത് ഏറ്റവും വലിയ മയക്കുമരുന്നായി തിരിച്ചറിഞ്ഞിരുന്നത്. അവിടുന്ന് നമ്മൾ പിന്നെ ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള LSD, ലൈസർജിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള LSD, പിന്നെ അതേപോലെ തന്നെ മെത്തെന്നറിയപ്പെടുന്ന മെത്താംഫിറ്റമിൻ, MDMA ആണ് ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡ്രഗ്. അത് മെത്താംഫിറ്റമിൻ്റെ കുറച്ചുകൂടി മെത്തിലീൻ ഡയോക്സി മെത്താംഫിറ്റമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. പിന്നെ ബെൻസോഡയസപ്പീൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഉറക്ക ഗുളികൾ, അൽപ്രസോളം പോലെയുള്ള ഉറക്ക ഗുളികളാണ് ഇതിൻ്റെ വേറെ ഒരു ടൈപ്പ് ലഹരികൾ. പിന്നെ ഇഞ്ചക്ഷൻ എടുക്കുന്ന ട്രമഡോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇഞ്ചക്ഷൻ വളരെ കൂടിയ തോതിൽ എടുക്കുന്നുണ്ട്. പിന്നെ നാച്ചുറൽ എന്ന് പറയുന്ന വലിയ കുഴപ്പമില്ല എന്ന് പറയുന്ന കഞ്ചാവ് 2 തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് മരീജുവാന എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇലയും അതിൻ്റെ പൂവും കായൊക്കെ പൊടിച്ചുപയോഗിക്കുന്ന ഒരു രൂപം. പിന്നെ ഹാഷിഷ് ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ തന്നെ സത്താണ് ഹാഷിഷ് ഓയിൽ എന്നുള്ള രൂപത്തിൽ വരുന്നത്. പിന്നെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള സിന്തറ്റിക് കഞ്ചാവ് എന്ന് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്ന അത് കെമിക്കലാണ്, അത് നാച്ചുറലായിട്ടുള്ള സംഗതിയല്ല. പിന്നെ നമ്മളൊക്കെ സ്ഥിരമായി കാണുന്ന ആൽക്കഹോൾ, ഇപ്പം നേരത്തെ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും മദ്യം, അത് ഒരു വലിയ ലഹരി തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ പുകവലിയാണ് ഒരുപാട് ലഹരികളുടെ തുടക്കമായിട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ വായിക്കകത്ത് വെക്കുന്ന ഹാൻസ് എന്ന് പറയുന്ന അതിൽ ഈ പുകയിലയുടെ ചില സംഗതികളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ നേരത്തെ സുഹൈൽ സാബിർ മാഷ് പറഞ്ഞതുപോലെയുള്ള നെയിൽ പോളിഷ് പോലെയുള്ള ഗ്ലൂ, അതായത് ചില പശകൾ, ചില പേനയുടെ മഷികൾ, പിന്നെ അതേപോലെ തന്നെ ചില പൗഡറുകൾ, പെയിൻറ്റിൻ്റെ തിന്നേഴ്സ്, ചിലർ പെട്രോൾ ഡീസലൊക്കെ ലഹരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വലിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ചില സോൾവെൻറ്റുകൾ, ഇങ്ങനെയുള്ള ഇത്രയും സാധനങ്ങളാണ് ഇന്ന് ഈ ലഹരിയുടെ അഡ്രസ്സിൽ വലിയ രൂപത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്. ഇതിൽ ചിലത് ഇഞ്ചക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതുണ്ട്, ചിലത് മണപ്പിച്ചെടുക്കാവുന്നതുണ്ട്, ചിലത് വായിൽ ഒട്ടിച്ചു വെക്കാവുന്നതുണ്ട്. ഞാനിത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറയുന്നതല്ല, ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ 2 തരം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ അകത്ത് കാര്യമായി ഉണ്ടാവുന്നത്. ഒന്ന്, സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിവെക്കുന്ന പലതരം മയക്കുമരുന്നുകളുണ്ട്. അത് ആണ് നമ്മൾ ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്നൊരു വലിയ പ്രശ്നം, ഇവർ ഒരേ സിറിഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഈ മയക്കുമരുന്ന് കുത്തിവെക്കുന്നത്, ഈ ഗ്രൂപ്പ്. അപ്പം ഈ ഒരേ സിറിഞ്ച് ഉപയോഗിക്കുന്നതിലൂടെ എയ്ഡ്സ് പോലെയുള്ള ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C പോലെയുള്ള രക്തത്തിലൂടെ പകരുന്ന പല രോഗങ്ങളും ഇവർക്ക് പകരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തത്, ഈ ഓരോ വിഭാഗത്തിനും ശരീരത്തിനെ വളരെ മോശമായ രൂപത്തിൽ സ്വാധീനിക്കുന്ന ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. എല്ലാ മയക്കുമരുന്നുകൾക്കും ഒരു ചുരുങ്ങിയ സമയം ഒരു തലച്ചോറിനെ ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് പുകവലിക്കുന്നവരോട് ചോദിച്ചറിയാം. അത് വലിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു കിക്കുണ്ട്. ആ കിക്കിന് വേണ്ടിയിട്ടാണ് എല്ലാ സാധനങ്ങളും, മദ്യമാണെങ്കിലും പുകവലിയാണെങ്കിലും ഈ കാണുന്ന മയക്കുമരുന്നുകളാണെങ്കിലും മുഴുവനും ഉപയോഗിക്കുന്നത് ഈ ഒരു ചെറിയ സമയത്തെ ഒരു പോസിറ്റീവായിട്ട് യൂഫോറിയ, ഒരു പോസിറ്റീവ് അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ആളുകൾ ഉപയോഗിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നില്ല, ഈ 1 മിനിറ്റോ അല്ല 2 മിനിറ്റോ കിട്ടുന്ന ഈ പോസിറ്റീവായ അവസ്ഥയ്ക്ക് അവർ കൊടുക്കുന്നത് അവരുടെ ബാക്കി ജീവിതത്തിലെ ആരോഗ്യത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു വലിയ സാധനത്തിനെയാണ് ഇവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആരും തിരിച്ചറിയുന്നില്ല. ഇതിൻ്റെ അകത്ത് എല്ലാ തരം അഡിക്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ചെറുതായിട്ട് ഹാൻഡ്സ് വായിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ കൂട്ടം കൂടി ഒന്ന് പുകവലിച്ചിട്ടാണ്. ഈ പുകവലി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. നമ്മുടെ സമൂഹത്തിൽ ഹലാലായിട്ടുള്ള ഒരു അഡിക്ഷനായിട്ട് ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു സാധനമാണ്.
ഇപ്പം പുകവലിക്കുന്ന ആളുകൾ ഒരു പ്രശ്നമില്ലാതെ പുകവലിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പുകവലിച്ചിട്ട് അത് കാണുന്ന കുട്ടികൾ പുകവലിച്ചിട്ട് എത്തുന്നത് വലിയ അളവിലുള്ള ലഹരിയിലേക്കാണ് എത്തുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം. പുകവലി, നിങ്ങൾ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്ക് വരുന്ന ക്യാൻസറുകളും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പുകവലിയായിരിക്കും. ഒന്നാം സ്ഥാനത്ത് ഏത് അവയവത്തിന് എടുത്ത ക്യാൻസറിൻ്റെ അളവെടുത്ത് നോക്കിയാലും ഒന്നാം സ്ഥാനത്ത് പുകവലിയായിരിക്കും. ശ്വാസകോശത്തിനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, അതായത് ബ്രോങ്കിക്ടാസിസ്, എംഫിസിമ, ബ്രോങ്കോജനിക് ക്യാൻസർ തുടങ്ങിയിട്ടുള്ള ആസ്മ, എല്ലാ പ്രശ്നങ്ങൾക്കും പുകവലി വളരെ പ്രയാസകരമായിട്ടുള്ളൊരു സാധനമാണ്. അറ്റാക്ക് വരാൻ വേണ്ടിയിട്ട് പുകവലി ഭയങ്കര പ്രശ്നമാണ്. രക്തത്തിന് കട്ടി കൂടി പോകുന്നത് പുകവലിയാണ്. അതേപോലെ തന്നെയാണ് ഹാൻഡ്സ് വായിൽ വെക്കുന്നത്. വായിൽ ഹാൻഡ്സ് സ്ഥിരമായിട്ട് വെക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ക്യാൻസർ, ഓറൽ ക്യാൻസർ വരുന്നത് വായിൽ ഹാൻഡ്സ് വെക്കുന്ന ആളുകൾക്കാണ്. അത് ആ വെക്കുന്ന സ്ഥലത്ത് ഇപ്പം മാഷ് നേരത്തെ പറഞ്ഞതുപോലെ ചില്ല് പൊടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അത് പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് വായിൽ വെക്കുന്നു. അപ്പോൾ അതിലൂടെ മുറിവ് സ്ഥിരമായിട്ടുണ്ടാവുകയും വായിൽ ക്യാൻസർ വരികയും ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള മുഴുവൻ പറയാൻ സമയമില്ലാത്ത 1-2 സാധനം, ഈ MDMA എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിന് അത് പാർട്ടി ഡ്രഗ് എന്നാണ് അറിയപ്പെടുന്നത്. അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറൊരു ലോകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് എടുക്കുന്ന സമയത്ത് ശരീരത്തിൽ തലച്ചോറിനെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുകയും പിന്നെ അതേപോലെ തന്നെ ഹൈപ്പർ തെർമി, ശരീരത്തിൻ്റെ താപം കൂടുന്ന ഒരു അവസ്ഥ ഇതിനുണ്ടാകും. അപ്പോൾ ഈ ആളുകൾ ഒരുപാട് വെള്ളം കുടിക്കുമ്പോൾ പിന്നെ അവരുടെ ശരീരത്തിൽ സോഡിയത്തിൻ്റെ അളവ് വല്ലാതെ കുറഞ്ഞു പോവുകയും അത് അവരുടെ തലച്ചോറിനെ ബാധിക്കുകയും പെട്ടെന്ന് മരണം സംഭവിക്കാൻ കാരണമാവുകയൊക്കെ ചെയ്യുന്ന ഒരു അപകടകാരിയായിട്ടുള്ള ഒരു ഡ്രഗാണ് MDMA, അതേപോലെ മെത്താംഫിറ്റമിനും. പിന്നെ അതേപോലെ തന്നെ LSD ഹാലൂസിനോജനാണ്. നമ്മൾ ഒരു വേറെ ആളായി മാറിയതുപോലെ, വേറൊരു സ്ഥലത്ത് എത്തിപ്പെട്ടതുപോലെ നമുക്ക് തോന്നുന്ന ഒരു ഡ്രഗാണ്. ഈ മോർഫിൻ, ബ്രൗൺ ഷുഗർ പോലെയുള്ള സംഗതികൾ നമ്മുടെ ശ്വാസത്തെയും ഹൃദയത്തെയും വളരെ മോശമായി ബാധിക്കുന്നുണ്ട്. നമ്മൾ മൊത്തത്തിൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇവർക്ക് കിട്ടുന്ന ഒരു 1% ഒരു കിക്കിന് ഇവർ കൊടുക്കുന്നത് 99% ശരീരത്തിന് അനാരോഗ്യകരമായിട്ടുള്ളൊരു സംഗതിയാണ്. പിന്നെ ഇതിൻ്റെ ചേർത്ത് പറയേണ്ട 2 സംഗതികൾ കൂടി ഉണ്ട്. ഒന്ന് ടോളറൻസ് എന്ന് പറഞ്ഞൊരു സംഗതി. ഇത്തവണ ഒരു പീസ് അല്ലെങ്കിൽ ഒരു ഗ്രാമാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അടുത്ത തവണ അതേ കിക്ക് കിട്ടണമെങ്കിൽ അത് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. അതിൻ്റെ അടുത്ത തവണ അതിൽ കൂടുതൽ കിട്ടേണ്ടി വരും. അപ്പം ഇതിങ്ങനെ കൂടി പോകും. അതിന് ടോളറൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡിപ്പെൻഡൻസും വരും. ഇത് ഇല്ലാതെ മുന്നോട്ട് പോവാൻ പറ്റാത്ത സാഹചര്യം വരും. ഇതാണ് ഇന്ന് സമൂഹത്തിലുണ്ടാവുന്ന അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിനെ മുഴുവനായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ആരോഗ്യപരമായി ഇത്രയും വിഷയങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, താങ്ക് യു സർ. ഇത് വളരെ വളരെ ഗൗരവകരമായി നമ്മൾ അത്രയും പ്രശ്നവൽക്കരിച്ചുകൊണ്ട് കാണുന്ന ഡ്രഗ്സ് മുതൽ അത്രയും ലഘുവായി, അതിപ്പോൾ ഒരു വലിയല്ലേ ഉള്ളൂ, ഒരു സിഗരറ്റ് അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ മദ്യപാനല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഹാൻഡ്സ് അല്ലേ ഉള്ളൂ എന്ന് പ്രാധാന്യം കുറച്ച് കാണിക്കുന്ന ഡ്രഗ്സ് വരെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള കെമിക്കൽസ് വരെ, ഇതിൽ ഓരോന്നിൻ്റെയും നമ്മുടെ ജീവനും മാനസികാരോഗ്യത്തിനും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അത്രയും ആഴത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന വിഷയങ്ങളെയാണ് പലപ്പോഴും നമ്മൾ ലഘൂകരിച്ച് കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഒപ്പം തന്നെ സർ, നമ്മൾ ഇതിൻ്റെ കാരണങ്ങളിലേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മൾ ഡ്രഗ്സിനെ പറ്റിയൊരു പിക്ചർ നമുക്ക് കിട്ടി. സ്കൂളുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ പൊതുവെ യുവാക്കളിലും കൗമാരക്കാരിലും എങ്ങനെയാണ്, അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ തരത്തിലുള്ള പ്രയാസങ്ങളാണ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ, ഒരുപാട് കൗമാരക്കാർ, ഒരുപാട് യുവാക്കൾ ഈ ലഹരിയുടെ അടിമയായിട്ട് മാറുന്നു? അതിൻ്റെ കാരണങ്ങളിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഒരു അധ്യാപകൻ്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെ ശരിക്കും പറയാം? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. കുട്ടികൾ ഇത്തരം ലഹരികളിലേക്ക് അടിമപ്പെടുന്നതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. അതിലേറ്റവും ഒന്ന് പിയർ ഗ്രൂപ്പിൻ്റെ പ്രഷറാണ്. നമ്മൾ കുട്ടികൾ സ്കൂളിൽ എത്തുമ്പോൾ അവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരാരാണ് എന്നുള്ളത് പലപ്പോഴും രക്ഷിതാക്കൾ ശ്രദ്ധിക്കാറില്ല. അവരെത്തിപ്പെടുന്ന കൂട്ടുകെട്ടിൻ്റെ ഭാഗമാകുന്നു. ആ കൂട്ടത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടി ഉണ്ടായാൽ മതി. ഒരു ലഹരിക്ക് അഡിക്റ്റായ ഒരാൾ ഒരു വർഷം ചുരുങ്ങിയത് 8 പേരെയെങ്കിലും പുതുതായി കണ്ണി ചേർക്കുമെന്നാണ് പഠനം. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആ പിയർ ഗ്രൂപ്പിനെ നിരീക്ഷിക്കുക എന്നതാണ്. അവിടെയാണ് പുതിയ കാലത്ത് ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായി നമ്മുടെ മക്കൾ ചേർന്ന് നിൽക്കേണ്ട ആവശ്യകത.
നമ്മുടെ കുട്ടികളെ ഒരു പൊതു രംഗത്തും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്തി കരിയർ പഠനം എന്ന് മാത്രം ലക്ഷ്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അവർ എത്തിപ്പെടുന്ന പിയർ ഗ്രൂപ്പുകൾ പലപ്പോഴും തിന്മയുടെ കൂട്ടുകെട്ടായിരിക്കും. രണ്ടാമത്തെ ഒന്ന് പ്രധാനപ്പെട്ടത് തന്നെയാണ് നമ്മുടെ കുടുംബാന്തരീക്ഷം. ഇപ്പോൾ ഞാനുൾപ്പെടെ നമ്മുടെയൊക്കെ വീടുകളിൽ ഉപ്പയും മകനും തമ്മിൽ സുഹൃത്തുക്കളെ പോലെയാണ് പെരുമാറുന്നത്. തോളിൽ കൈയിട്ട് കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്, സംസാരിക്കുന്നത്. നമ്മുടെ പഴയ തലമുറ, എൻ്റെ ഉപ്പയുടെ നിങ്ങളുടെ ഉപ്പയുടെ കാലത്ത് മക്കളും ഉപ്പയും തമ്മിൽ ചിലപ്പോൾ ഒരു അകലുണ്ടാവും. പക്ഷേ ആ അകലം ഫിസിക്കലായിരുന്നു. അതിലപ്പുറമുള്ള വൈകാരികമായ ഒരു ആത്മബന്ധം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിലനിന്നിരുന്നു. അവിടെ നിന്ന് ഫിസിക്കലായ അകലം കുറയുകയും വൈകാരികമായ അകലം കൂടുകയും ചെയ്തു എന്നുള്ളത്. ഒരേ ടേബിളിൽ ഇരുന്നുകൊണ്ട് കുടുംബാംഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. പക്ഷേ ഈ 4 പേരും 4 ലോകത്താകും, 4 രാഷ്ട്രങ്ങളിലായിരിക്കും. ചിലപ്പോൾ 4 പേരുടെയും കൈകളിൽ മൊബൈൽ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ഒരു കുടുംബാന്തരീക്ഷത്തിൽ പരസ്പരമുള്ള ഷെയറിങ്. ഒരു ചെറിയ കുട്ടി ആദ്യ ദിവസം സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടിക്ക് സ്കൂളിൽ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാവും. അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും, അമ്മയോട് കാര്യമായി പറയും. അമ്മ മൊബൈലിൻ്റെ മുമ്പിലാണ്, അമ്മയൊന്നിങ്ങനെ തലയാട്ടുന്നു. രണ്ടാമത്തെ ദിവസവും ഈ കുട്ടി ഒരു പക്ഷേ ഉമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അന്നും ഉമ്മ മൊബൈലിലാണ്, ഉമ്മ ഈ കുട്ടി പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. മൂന്നാമത്തെ ദിവസം കുട്ടി വരാതാകും. ഇങ്ങനെ ഷെയറിങ് കുറഞ്ഞു പോകുന്നു എന്നുള്ളത്. മറ്റൊന്ന് നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദമാണ്. പണ്ടൊക്കെ സ്കൂളുകളിലേക്ക് നമ്മൾ ഒരുപാട് ദൂരം കൂട്ടുകാരുടെ കൂടെ നടന്നു പോയിരുന്നു. ആ നടത്തത്തിൽ പരസ്പരം സന്തോഷം പങ്കുവെച്ച് ഒരുപാട് റിലാക്സ് കിട്ടിയിരുന്നു. ഇപ്പോൾ കുട്ടികൾ സ്പെഷ്യൽ വാഹനങ്ങളിൽ ഒരു പെട്ടിയിൽ നിന്ന് മറ്റൊരു പെട്ടിയിലേക്ക് എന്ന രൂപത്തിൽ കുട്ടി സ്കൂളാകുന്ന പെട്ടിയിലെത്തുന്നു. സ്കൂളിൻ്റെ ക്ലാസ് റൂമിനകത്തുള്ള അവൻ്റെ സമ്മർദ്ദങ്ങൾ താങ്ങാൻ അവനക്ക് കുട്ടിക്ക് കഴിയുന്നില്ല. ഇങ്ങനെയുള്ള മാനസിക സമ്മർദ്ദങ്ങൾ. അതേപോലെ തന്നെ പുതിയ എന്തിനോടുമുള്ള ഒരു ജിജ്ഞാസ. മറ്റൊരു പ്രധാന കാരണം നമ്മുടെ സിനിമകളും സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള ലഹരിയുടെ ഗ്ലാമറൈസേഷന് ചേർത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് മാറിയ സ്കൂൾ അന്തരീക്ഷം. എൻ്റെ സഹപ്രവർത്തകർക്ക് പലപ്പോഴും കുട്ടികളുടെ തെറ്റുകൾ കാണുമ്പോൾ അവരോട് മുഖം കറുപ്പിക്കുവാനും ദേഷ്യപ്പെടുവാനും പേടിയാണ്. ഒരു അധ്യാപകൻ കുട്ടിയെ അടിച്ചാൽ പിറ്റേന്നത് ചാനലുകളിലെ വാർത്തയാണ്. അധ്യാപകർക്ക് കുട്ടികളുടെ മേലുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ നിയന്ത്രണാധികാരം നമ്മുടെ നിയമത്തിൻ്റെ പഴുതുകളിൽ എന്ന് ഇല്ലാതായോ അന്ന് തുടങ്ങിയതാണ് നമ്മുടെ വിദ്യാലയങ്ങളിലെ അപജയമെന്നത്. കഴിഞ്ഞ 25 വർഷമായി കൗമാരപ്രായക്കാരായ കുട്ടികളെ കാണുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇതിലേക്ക് എത്തിപ്പെടുന്ന കുറേ പ്രതികളോട് ഞങ്ങൾ എങ്ങനെ ഇതിലേക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ന് ചോദിച്ചറിയാറുണ്ട്. അപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചോദിച്ചറിയുമ്പോൾ ഒരുപാട് പ്രതികൾ പറഞ്ഞ ഒരു സംഭവമാണ്, അവരുടെ തുടക്കം സ്മോക്കിങ്ങിൽ നിന്നാണ്, അതായത് പുകവലി. അതായത് ഈ അടുത്തന്നെ ഒരു പ്രതി എന്നോട് പറഞ്ഞിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ അവന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഈ കടകളുടെ ഇടനാഴികളിലൊക്കെ ഉണ്ടാവും ഈ സ്മോക്കിംഗ് സ്ഥലങ്ങൾ. അപ്പം അങ്ങനെ സുഹൃത്തുക്കളുടെ കൂടെ പുകവലിക്കാൻ പോവും. അങ്ങനെ പുകവലിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഇതിനിടയിലുള്ള ഇപ്പോൾ കഞ്ചാവൊക്കെ ഉപയോഗിച്ച് ശീലിച്ച ഒരു പയ്യൻ ഇവനിങ്ങനെ കാണുന്ന രീതിയിൽ ഇങ്ങനെ പലപ്പോഴും എടുത്തിങ്ങനെ ഉപയോഗിച്ചു. അങ്ങനെ പലപ്പോഴും ഇത് കണ്ടപ്പം ഇവനിങ്ങനെ ആകാംക്ഷയോടെ നോക്കിയപ്പം അവന് വെറുതെ എടുത്തു കൊടുത്തു, ഇവന് ഇത് ഉപയോഗിച്ചു. അങ്ങനെ 2-3 തവണയൊക്കെ അങ്ങോട്ട് ഉപയോഗിച്ചപ്പം സ്വാഭാവികമായി ഇവന് അഡിക്റ്റായി. അങ്ങനെ അഡിക്ഷൻ വന്നു. വീണ്ടും ഇവനോട് ചോദിക്കാൻ തുടങ്ങി, ഇങ്ങനെ അന്ന് തന്നുണ്ടോ അങ്ങനെ ചോദിച്ചു. പിന്നെ ഇവരെന്താക്കി, ഒന്ന് ഡിമാൻഡാക്കും, ഇങ്ങനെ അത് അവിടെ ദൂരത്ത് പോയി മേടിക്കണം, അതിന് പൈസ വേണം എന്ന് പറയുമ്പോൾ ഈ കുട്ടി വീട്ടുകാരോട്, അതായത് മാതാപിതാക്കളോടൊക്കെ പല കളവുകളും പറഞ്ഞ് പിന്നെ പൈസയൊക്കെ മേടിച്ച് കൊണ്ടേ കൊടുത്ത് ഇത് മേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ വീട്ടിൽ നിന്ന് പൈസ തരാത്ത സമയത്ത് ഇവൻ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി പൈസ.
അങ്ങനെ കൊണ്ടുപോയി മേടിച്ച് ഉപയോഗിച്ചു. പിന്നെ ഇവരുടെ ഇടയിൽ തന്നെ ഇവരൊരു വഴി പറഞ്ഞു കൊടുത്തു, എങ്ങനെ ഇത് മേടിച്ച് മറിച്ച് വിറ്റാൽ മതിയെന്ന്. അങ്ങനെ ഇവർ പുതിയ കുട്ടികളിലേക്ക് ഇത് വിൽക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു സ്മോക്കിംഗ് തുടങ്ങി, കഞ്ചാവ് ഉപയോഗമായി, കഞ്ചാവ് വിൽപ്പനയായി. അങ്ങനെ കഞ്ചാവ് വിൽപ്പന കേസ് പെട്ടു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ പൈസയൊന്നും മതിയാവാതായി പുറത്ത് വരും മോഷണത്തിനിറങ്ങി. ഒരു രാത്രി ഒരു പാവപ്പെട്ടൊരു സഹോദരൻ ഞങ്ങളുടെ നാട്ടിൽ പിന്നെ ഒരു ദൂരയാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക, ബസ്സും വാഹനമൊന്നും കിട്ടാതെ. അങ്ങനെ കാണുന്ന വണ്ടിക്കൊക്കെ ഇങ്ങനെ കൈയാണിച്ച് നിൽക്കുക. അങ്ങനെ ഈ ഒരു വണ്ടിക്ക് കൈയാണിച്ചു, അത് നിർത്തി. ആ വണ്ടി ലിഫ്റ്റ് കൊടുത്തു. അതിലുണ്ടായിരുന്നതോ ഈ മുമ്പ് പറഞ്ഞ ഈ പയ്യൻ, കഞ്ചാവ് വിൽപ്പന, അവനും അവൻ്റെ സുഹൃത്തുക്കളും. ഇദ്ദേഹത്തിന് ലിഫ്റ്റ് കൊടുത്തു. ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഇദ്ദേഹത്തിൻ്റെ ഇതൊക്കെ പണവും ഇതൊക്കെ അപഹരിക്കാൻ നോക്കി. ഇദ്ദേഹം ഇറങ്ങി ഓടി. അങ്ങനെ നാട്ടുകാർ അറിഞ്ഞു. അങ്ങനെ ഈ പയ്യന്മാരെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. അങ്ങനെ വലിയൊരു മോഷണ കേസിലും പെട്ടു. പിന്നെ ഈ തൊട്ടടുത്ത കാലത്ത് കേൾക്കണോ, അവന് ഈ ഇങ്ങനത്തെ ഗ്യാങ്ങുകൾ തമ്മിലുള്ള അടിപിടി നടന്നതിൽ ഇവനെ ഒരു കല്ലെടുത്ത് വേറൊരുത്തൻ്റെ തലക്കെട്ടൊന്ന് കൊടുത്തു. അവൻ മരിച്ചു. അങ്ങനെ ഇപ്പം കൊലക്കേസിൽ ആളിപ്പോൾ ജയിലിലാണ്. അപ്പോൾ നോക്കണം, അവൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സ്മോക്കിങ്ങിലാണ്. ആ സ്മോക്കിങ് തുടങ്ങി കഞ്ചാവ് ഉപയോഗം, കഞ്ചാവ് വിൽപ്പന, പിന്നെ മോഷണം, പിന്നെ ഇപ്പോൾ കൊലക്കേസിലെ പ്രതിയുമായി. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ആ ഒരു സ്മോക്കിംഗ് ശരിക്കും നമ്മൾ അതീവ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വളരെ സങ്കടം എന്ന് പറഞ്ഞാൽ കുറേ പ്രതികൾ പറഞ്ഞത് അവർ തുടങ്ങിയത് അവർക്ക് മാതൃകയായിട്ട് നിന്ന് അവൻ്റെ സ്വന്തം പിതാവൊക്കെ ഉള്ള സംഭവമൊക്കെ ഉണ്ട്. പിതാവ്, പിന്നെ ഗ്രാൻഡ് ഫാദർ. നോക്കണം, അവർ ഈ നമുക്കൊക്കെ അറിയാം, ഇങ്ങനെ ഈ കുട്ടികൾ കാണുന്ന രീതിയിൽ ഇങ്ങനെ സ്മോക്ക് ചെയ്യും. കുട്ടി ഇതിങ്ങനെ കുറേ വട്ടം കാണും. പിന്നെ ഒരു പ്രതി എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഈ വല്യപ്പ ഈ സിഗരറ്റ് മേടിക്കാൻ വിട്ടുവെന്ന്. സിഗരറ്റ് മേടിക്കാൻ കടയിൽ വിട്ടു. അപ്പോൾ അത് മേടിച്ചു കൊണ്ടേ കൊടുത്ത സംഭവം. അപ്പോൾ ശരിക്ക് കുട്ടിക്ക് തോന്നുകയാണ് അതൊരു പ്രശ്നമുള്ളൊരു കാര്യമല്ല അത്. ആ ഒരു റോങ് മെസ്സേജ് ആ ഒരു ഉറ്റ ബന്ധുക്കളിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടുക. അങ്ങനെ ഇവന് ഈ വലിയൊക്കെ വലിച്ചിട്ട് കുറ്റിയെടുത്ത് ഇടയ്ക്കിടയ്ക്ക് വലിച്ചു നോക്കി. അങ്ങനെ ഇവന് അഡിക്ഷൻ വന്നു. അങ്ങനെയാണ് ഇവൻ സ്മോക്കിങ്ങിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, അങ്ങനെ ഒന്ന് തുടങ്ങി ഒരു വലിയൊരു കുറ്റവാളിയാകുന്ന അവസ്ഥ. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സിഗരറ്റ് വിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് കടകളിലുണ്ടാവും ഇങ്ങനെ ഈ സിഗരറ്റ് വിൽപ്പന ഉള്ളത്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ നമ്മുടെ ആരെങ്കിലുമൊക്കെ ഒരു കടയിൽ ഇങ്ങനെ ഒരു സിഗരറ്റ് വിൽപ്പന ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കുട്ടിയുടെ അവസ്ഥ, അവൻ സ്മോക്കിങ്ങിൽ നിന്ന് തുടങ്ങി കൊടും ക്രിമിനലായി ഇപ്പോൾ കൊലക്കേസിലെ പ്രതിയായി ജയിലിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് എടുത്തു കൊടുക്കുമ്പോൾ പിന്നെ ഈ ഒരു കുട്ടിയുടെ അവസ്ഥ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ്. യെസ്, വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഈ പാലക്കാട് ജില്ലക്കാരനായിട്ടുള്ള ഡ്രഗ് അഡിക്റ്റഡ് ആയിരുന്ന, അതിൽ നിന്ന് പിന്നീട് മോചിതനായിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഈ ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ ഇപ്പോൾ സജീവമാണ്. അദ്ദേഹത്തിൻ്റെ കഥ അദ്ദേഹം പറയുമ്പോഴും പറയാറുള്ള കാര്യം ഇതേ കാര്യമാണ്. ഇപ്പോൾ മുബഷിർ ഡോക്ടറാണെങ്കിലും ലത്തീഫ് സാറാണെങ്കിലും പറഞ്ഞ പുകവലിയുടെ വിഷയമാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിനിടയ്ക്ക് ഡ്രഗ്സ് അഡിക്റ്റഡായി അതിൻ്റെ പീക്കിലെത്തുന്ന സമയത്ത് അത് വാങ്ങാൻ, കഞ്ചാവ് വാങ്ങാൻ കാശില്ലാത്തത് കൊണ്ട് ബൈക്ക് മോഷ്ടിച്ചാലാണ്. ബൈക്ക് മോഷണ കേസിലെ പ്രതിയാണ്. 12ഓളം ബൈക്കുകൾ മോഷ്ടിച്ചാലാണ്. മാത്രമല്ല തൻ്റെ സ്വന്തം ഉപ്പനെ കത്തിയെടുത്ത് കുത്തി കൊല്ലാൻ നോക്കിയ ആളാണ്. ഒറ്റ വിഷയമാണ് ഡ്രഗ് അഡിക്ഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഉപ്പ തടയുന്നു. ഉപ്പയെ കൊല്ലാൻ പോയ ഒരാൾ, അല്ലെങ്കിൽ ബൈക്ക് മോഷ്ടിച്ച അതിൻ്റെ പേരിൽ ജയിലിലായ ഒരാൾ, ഇതെല്ലാം ചെയ്യുന്നത് ഡ്രഗ് അഡിക്ഷൻ്റെ ഭാഗമായിട്ടാണ്. ആ ഡ്രഗ് അഡിക്ഷൻ ഉണ്ടാകുന്ന എവിടുന്നാണ്? ആ വ്യക്തി പറയുന്നു താൻ ഡ്രഗ് അഡിക്ഷൻ തുടങ്ങിയത് റോട്ടിൽ നിന്ന് കളഞ്ഞു കിട്ടിയ ബീഡി കുറ്റി വലിച്ചു തുടങ്ങിയതാണ്. അഥവാ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഉപ്പമാർ അല്ലെങ്കിൽ വല്യുപ്പമാർ പേരമക്കളെയും മക്കളെയും ഒക്കെ ബീഡി വാങ്ങാൻ, സിഗരറ്റ് വാങ്ങാൻ കടകളിലേക്ക് അയക്കുമ്പോൾ
അതിനുശേഷം മക്കൾ കഞ്ചാവ് വലിക്കുന്നു വെക്കുമ്പോൾ എന്തോ അസ്വാഭാവികമായ പ്രതികരണങ്ങൾ എപ്പോഴും പറയാറുണ്ട്. ഓ, എൻ്റെ മോൻ കഞ്ചാവ് വലിക്കും, പിന്നെ എന്താണ് വിചാരിച്ചത്, പിന്നെ എന്താണ് പ്രതീക്ഷിക്കുന്നത്? തൻ്റെ പേരക്കുട്ടിക്ക് ഒരു 100 രൂപ കൊടുത്തിട്ട് ഇതുകൊണ്ട് ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങി അല്ലെങ്കിൽ ബീഡി വാങ്ങുക എന്ന് പറഞ്ഞ് ബാക്കി കാശ് നീ എടുത്തോ എന്ന് പറഞ്ഞ് വെല്ലുപ്പ് ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. കുട്ടി എന്താ മനസ്സിലാക്കുന്നത്? വെല്ലിപ്പാക്ക് ബീഡി വാങ്ങാൻ പോകുന്നു, എന്തോ വലിയ കാര്യം ചെയ്യുന്നു. ആ വെല്ലിപ്പ കുട്ടി നിന്ന് പ്രതീക്ഷിക്കേണ്ടത് കുട്ടി പിന്നെ എന്ത് ചെയ്യുന്ന പ്രതീക്ഷിക്കേണ്ടത്? കുട്ടി പിന്നെ സിഗരറ്റ് വലിക്കൂലേ? ആ സിഗരറ്റ് വലിക്കുന്ന കൂട്ടുകെട്ടിനിടയിൽ നിന്ന് കുട്ടി കഞ്ചാവ് കിട്ടൂലേ? സ്കൂളിൽ പോയി എൻ്റെ ഉപ്പി സിഗരറ്റ് വലിക്കുന്നു അല്ലെങ്കിൽ ബീഡി വലിക്കുന്നു, കുട്ടി പറയും എൻ്റെ വെല്ലിപ്പി വലിക്കാറുണ്ട്, എന്നോട് ഒരുപാട് വിഷയങ്ങൾ ഉപദേശങ്ങൾ പറയുന്ന, നമസ്കാരത്തിന് ജമാഅത്തിന് പോകുന്ന, ഖുർആൻ ഓതുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന വെല്ലിപ്പി വലിക്കാറുണ്ട്. അപ്പോൾ എന്താ എനിക്ക് വലിച്ച? ഈ പ്രായമാവാത്തോണ്ടായിരിക്കും ചിലപ്പോൾ വീട്ടിൽ പ്രശ്നം. പ്രായമായാൽ വലിക്കാം. അപ്പോൾ പ്രായമാകുന്നത് വരെ വീട്ടിൽ അറിയാതെ വലിക്കാം. കുട്ടി വലി തുടങ്ങും. ആ വലി തുടങ്ങുന്ന ആ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ നിന്ന് കുട്ടിക്ക് എന്ത് കിട്ടും? കഞ്ചാവ് കിട്ടും, ഷുവർ. സ്കൂളിൽ സിഗരറ്റ് വലി തുടങ്ങുന്ന ഒരു സർക്കിളിനുള്ളിൽ കഞ്ചാവ് കിട്ടുക എന്ന് പറയുന്നത് 100% ഉറപ്പായ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കുട്ടികൾക്ക് മുമ്പിൽ മാതൃകകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചും നമുക്കത് കുട്ടികളിൽ നിന്ന് സ്വഭാവമായി തന്നെ തിരിച്ച് പ്രതീക്ഷിക്കാം. സ്വഭാവം വരും, പിന്നെ നമ്മൾ ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഭയങ്കര അത്ഭുതപ്പെട്ട് എങ്ങനെ സംഭവിച്ചു എന്നൊന്നും അത്ഭുതപ്പെട്ടൊരു കാര്യമില്ല. ചില ആളുകളെ സംബന്ധിച്ച് ഈ ശീലമൊക്കെ തുടങ്ങി അവസാനിപ്പിക്കാനൊക്കെ പ്രയാസം ഉണ്ടാവും. അവസാനിപ്പിക്കാൻ മാർഗങ്ങളും വഴികളും ഉണ്ട് നമ്മൾ ശ്രമിച്ചാൽ. സിഗരറ്റ് വലിയെ പറ്റിയാണ് പറയുന്നത്, കഞ്ചാവിനെ പറ്റിയല്ല പറയുന്നത്. അതിനും മാർഗങ്ങളുണ്ട് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ. ചില ആൾക്കാരൊക്കെ അതിന് പറയാറുണ്ട്, ഇന്ന പണ്ഡിതൻ അല്ലെങ്കിൽ ഇന്നയാൾ, ഇന്ന നല്ല മനുഷ്യൻ, അവരൊക്കെ സിഗരറ്റ് വലിച്ചിരുന്നല്ലോ, അതുകൊണ്ട് അവർ ബീഡി ഉപയോഗിച്ചിരുന്നല്ലോ, അതുകൊണ്ട് ഉപയോഗിക്കാന്നാണോ? ഇസ്ലാമിൽ ഫത്വ കിട്ടുകയാണോ? നമ്മൾ മുജാഹിദുകളാണല്ലോ. നമ്മൾ എന്താ പറയാറുള്ളത്? ഇസ്ലാമിൽ ഏതെങ്കിലും മനുഷ്യൻ്റെ ഏതെങ്കിലും പണ്ഡിതൻ എഴുതിയ ഗ്രന്ഥം ഇസ്ലാമിൽ തെളിവാണോ? അല്ല. ഏതെങ്കിലും പണ്ഡിതൻ എഴുതിയ അറബി ഗ്രന്ഥം പോലും ഇസ്ലാമിൽ തെളിവല്ല. അപ്പം എങ്ങനെയാണ് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ചെയ്തൊരു കാര്യം ഇസ്ലാമിൽ തെളിവാകുക, ശരിയാണെന്നതിന് തെളിവാകുക? ഇപ്പോൾ സൂചിപ്പിച്ചു, പുകവലി കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി വിശദമായിട്ട് പറഞ്ഞു. അത് ഒരുപാട് ക്യാൻസറുകൾക്ക് കാരണമാകുമെന്ന് പറഞ്ഞു. ശരീരത്തെ കൊല്ലുന്നൊരു കാര്യം, വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ കൊല്ലതെന്ന് ആയത്ത് വ്യക്തമായി പറഞ്ഞിരിക്കെ, അത് നമ്മളെ കൊല്ലുമെന്ന് ഉറപ്പിച്ചിരിക്കെ, ഭക്ഷണം പോലെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ നമ്മളെ കൊല്ലുന്നൊരു കാര്യം ഉപയോഗിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടിരിക്കെ ഈ ഖുർആൻ്റെ ആയത്ത് നമ്മൾ പിന്നെ എങ്ങനെ മനസ്സിലാക്കുന്നത്? അത് പിന്നെ എങ്ങനെ ഹലാലാകുന്നത്? എത്ര തങ്കപ്പെട്ട മനുഷ്യൻ ചെയ്താലും ആ പ്രവർത്തനം എങ്ങനെ ഇസ്ലാമിൽ അനുവദനീയമാകുന്നത്? ആ തങ്കപ്പെട്ട മനുഷ്യന്മാർ അല്ലെങ്കിൽ നല്ല മനുഷ്യന്മാർ അവർ ചെയ്യുന്ന നന്മകളെ നമുക്ക് മാതൃക എടുക്കാം. ആ മനുഷ്യന് പടച്ചോൻ ഈ തെറ്റ് പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ നമുക്കൊരു തെറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച് ആ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി ചിലരിലേക്ക് പോവുകയല്ല വേണ്ടത്. ആ പോക്കെന്ന് പറഞ്ഞാൽ മക്കളിൽ പുതിയ ഡ്രഗ്സിൻ്റെ ലോകത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കണത്. ആ വാതിലാണ് സിഗരറ്റ്. അത് കുട്ടിക്ക് നിങ്ങൾ കയ്യിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നോർമലൈസ് ചെയ്ത് സ്വാഭാവികവൽക്കരിച്ച് കാണിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ അപകടങ്ങളിലേക്ക് നീങ്ങുന്നതാണ്. നമ്മൾ കാരണങ്ങൾ പറ്റിയാണല്ലോ പൊതുവെ പറയുന്നത്. അപ്പോൾ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സിഗരറ്റ് അല്ലെങ്കിൽ പുകവലി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊന്ന് സാർ പറഞ്ഞ പോലെ തന്നെ പിയർ ഗ്രൂപ്പ്, ഫ്രണ്ട്ഷിപ്പ്, അതേപോലെ റോൾ മോഡൽസ്, സിനിമകളിൽ ഹീറോകളായിട്ടൊക്കെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളെ കാണുന്നു. അപ്പോൾ കുട്ടികൾ വിചാരിക്കുന്നു ഇത് തന്നെയാണ് ഹീറോയിസം. യെസ്, ഞങ്ങളിങ്ങനെ ഡ്രഗ്സ് ഉപയോഗിച്ചാൽ ഞങ്ങൾക്ക് മാസ് ആവാം, അല്ലെങ്കിൽ സംഭവമാകാം, ഹീറോ ആകാം, അല്ലെങ്കിൽ നാട്ടിൽ ഭയങ്കര സംഭവമായിട്ട് നടക്കുന്ന ഒരാളായിട്ട് മാറാം എന്ന് കുട്ടി വിചാരിക്കുന്നു. അല്ലെങ്കിൽ കുട്ടി അത് ഒരു ഹീറോയുടെ പ്രവർത്തനമായിട്ട് കുട്ടിയുടെ മനസ്സിൽ സേവ് ആകുന്നു. അതേപോലെ കൂട്ടുകാരുടെ പ്രഷർ. ഒരു 10 ആൾ ഉള്ള കൂട്ടത്തിലാണ് കുട്ടി ഉള്ളതെങ്കിൽ തൻ്റെ 9 കൂട്ടുകാരുടെ ഇതും ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്വഭാവം ഈ കുട്ടി ചെയ്യാതിരിക്കുമ്പോൾ കുട്ടിക്കൊരു കുറച്ചിലാവും. ആ കുറച്ചിലിനെ മറികടക്കാൻ വേണ്ടി, ഞാൻ എന്തോ മോശക്കാരനാണെന്നോ തോന്നൽ മറികടക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി ആ 9 പേരുടെയും സ്വഭാവത്തെ സ്വീകരിക്കും. അത് ഏത് സ്വഭാവമാണെങ്കിലും സ്വീകരിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് അൽ മർഉ അലാ ദീനി ഖലീലിഹി, നിങ്ങൾ ഓരോരുത്തരും ഉള്ളത് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ മതത്തിലാണ്. ഒരു സംശയമില്ല. എൻ്റെ കൂട്ടുകാർക്ക് എന്താണോ ഇഷ്ടം അത് ഞാൻ ചെയ്യാനുള്ള സാധ്യത കൂടും. കാരണം ആ കൂട്ടുകാർ ആ കാര്യം ചെയ്തത് കൊണ്ട് എന്നെ അഭിനന്ദിക്കണം. ആ അഭിനന്ദനത്തിന് വേണ്ടി ഞാനത് ചെയ്യും. അതുകൊണ്ടാണ് സാർ നേരത്തെ പറഞ്ഞത് തങ്ങളുടെ മക്കളുടെ ഫ്രണ്ട്സ് ആരാണെന്നുള്ള ഉറപ്പുവരുത്തണം. അത് പ്രശ്നമുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മൾ പ്രത്യേകം തിരുത്തണം. പ്രത്യേകം അത് വളരെ കാർക്കശത്തോടെ തിരുത്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വാശിയേ വരുള്ളൂ. സൗമ്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് തിരുത്തുക തന്നെ വേണം. അതേപോലെ തന്നെ കുട്ടികൾ കാണുന്ന സിനിമകൾ അല്ലെങ്കിൽ കുട്ടികൾ സ്വീകരിക്കുന്ന ഹീറോകൾ, ആരാണ് കുട്ടികളുടെ ഹീറോകൾ? കുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് പല ആളുകളും കാണുന്നുണ്ടാവും. അവരുടെ റോൾ മോഡൽ ആരാണ്? ചില പ്രത്യേക പാട്ടുകാരായിരിക്കും ചിലപ്പോൾ. ആ പാട്ടുകാരുടെ സ്വഭാവം എന്താണെന്ന് അന്വേഷിച്ച് നോക്കാം.
അല്ലെങ്കിൽ ചില പ്രത്യേക ഗെയിമർമാരും വ്ളോഗർമാരും ഒക്കെ ആയിരിക്കും. അവരുടെ സ്വഭാവം പ്രകൃതം നിന്ന് അന്വേഷിച്ച് നോക്കണം നമ്മൾ. അത്തരത്തിൽ കുട്ടികൾ ഹീറോകളാക്കുന്ന ഒരുപാട് വലിയ പാട്ടുകാർ, കുട്ടികൾ ഹീറോകളാക്കുന്ന വ്ളോഗർമാർ, പല പേരുകളിൽ നമ്മൾ കാണുന്ന ആളുകൾ. ഏറ്റവും അവസാനത്തെ ഉദാഹരണം തൊപ്പി എന്ന് പറയുന്ന ഒരാളുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ റോൾ മോഡലുകളിൽ, ഹീറോകളിൽ ലഹരി ഉപയോഗിക്കുന്ന അനേകം ആളുകൾ നമ്മൾ മനസ്സിലാക്കണം. കുട്ടികൾ ഇവരെ റോൾ മോഡലായിട്ടും ഹീറോകളായിട്ടും കണ്ടു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് അവരുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കുന്നതിലേക്ക് മാറുന്നതാണ്. മറ്റൊന്ന് കാരിയർമാരാണ്. അഥവാ ഇത് കൊണ്ടുപോയി കുട്ടികളിലേക്ക് വിൽക്കുന്ന ആളുകൾ കുട്ടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഡിക്റ്റഡ് ആക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നതാണ്. അപ്പോൾ ലത്തീഫ് സാർ കുറച്ചും കൂടി ഇത്തരത്തിൽ കേസുകളും മറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇടപഴകിയതുകൊണ്ട് ആ കാരിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വിൽപ്പന നടത്തുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇടപെടലുകൾ എങ്ങനെയാണ് മക്കളിലേക്ക് എത്തുന്നതെന്ന് വിശദീകരിക്കാൻ കഴിയും? അതോടൊപ്പം ഇപ്പോൾ മുബഷിർ സാറ് പറഞ്ഞു, ഇപ്പോൾ ഈ നമ്മുടെ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളിലുണ്ടാകുന്ന, ഇപ്പോൾ ആളുകളിലുണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങൾ അല്ലേ. അപ്പോൾ ഈ അസുഖങ്ങൾ, ഇപ്പോൾ ശാരീരികമായ പ്രശ്നങ്ങൾ, ഇപ്പോൾ സാറ് കുറേ പറഞ്ഞു. എനിക്ക് പറഞ്ഞാൽ ഈ ശാരീരികമായ അസുഖങ്ങൾ അതിലും ഭീകരമായ ഒരവസ്ഥ ഉണ്ട്. ഇപ്പോൾ ഈ മാനസികമായ പ്രശ്നങ്ങൾ. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഇപ്പോൾ തൊട്ടടുത്ത് ഒരു ദിവസം ഒരു സ്ത്രീ ഞങ്ങളിങ്ങനെ നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ സാറേ ഒരു പ്രശ്നമുണ്ട് പറയാണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ അടുപ്പിച്ച് വിളിച്ചപ്പോൾ ഞങ്ങൾ പോയി അവരെ കണ്ട സമയത്ത് അവർ പറഞ്ഞ കാര്യം കേട്ട് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. എന്താ സംഭവം എന്ന് വെച്ചാൽ, അവർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഒരു മകനാണ് ഉണ്ടായിരുന്നത്. അപ്പം ആ മകനെ ഉപരിപഠനത്തിനായി ഇവിടെ ബാംഗ്ലൂരിലേക്ക് വിട്ടിരുന്നു. അങ്ങനെ ആ വിട്ട സമയത്ത് ഈ കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ലഹരികളൊക്കെ തുടങ്ങി, സ്മോക്കിംഗ് ഒക്കെ തുടങ്ങി, അങ്ങനെ ലഹരിയിലേക്ക് കടന്നു. അങ്ങനെ അതിമാരകമായ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. അങ്ങനെ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അങ്ങനെ ആ മാരക മയക്കുമരുന്ന് ഉപയോഗിച്ച് അവൻ്റെ മാനസിക നില തെറ്റി. ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഒരു കൊലപാതകം, അത് സ്വന്തം മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ ഒരു സംഭവം അല്ലേ ഈ തൊട്ടടുത്ത് മുമ്പ് കാണുന്നത്. അപ്പോൾ അത്രയൊരു അധപ്പതിച്ച അവസ്ഥയ്ക്കാണ് ഈ മയക്കുമരുന്ന് ഈ കുട്ടികളെ എത്തിക്കുന്നത് എന്നുള്ള. ഇപ്പം ഇവിടെ എന്താ സംഭവിച്ചാൽ, പിന്നെ ഈ കുട്ടിക്ക് പിന്നെ ഇവൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഇവൻ്റെ സ്വന്തം മാതാവിനോട് ഒരിക്കലും തോന്നാൻ പാടില്ലാത്തൊരു സമീപനം. നിങ്ങളോടൊക്കെ പറയാൻ വിഷമമുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ വയ്യ. ഇവൻ്റെ സ്വന്തം മാതാവിനോട് പിന്നെ ലൈംഗികപരമായ ഒരു സമീപനം. ആലോചിച്ച് നോക്കുക, നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ ആരോടാണ്? സ്വന്തം ഉമ്മയോട്. അപ്പോൾ അത്രയും അധപ്പതിച്ചൊരവസ്ഥയിലേക്ക് ഈ പയ്യനെത്തി. അങ്ങനെ ഈ മാതാവിനാകെ അനുഭവപ്പെട്ട് അങ്ങനെ അവരാകെ ഭയന്നിട്ട് ഞങ്ങളെ വിളിച്ചത്. അങ്ങനെ ഞങ്ങൾ ചെന്നു. അപ്പോഴും ഇവർക്ക് പേടി, പിന്നെ അവരാണിത് പറഞ്ഞതെന്ന് അറിയരുത്. കാരണം മകൻ എന്തെങ്കിലും ചെയ്യുമോ, ആക്രമിക്കുമോ എന്നുള്ള പേടി. അങ്ങനെ അവരില്ലാത്തൊരു സമയത്ത് ആ വീട്ടിൽ ചെന്നു. അങ്ങനെ ആ കുട്ടിയെ കണ്ടു. അങ്ങനെ ആ കണ്ട സമയത്ത് ഇവനാകെ ഒരു പിന്നെ അബ്നോർമലായ ഒരു അവസ്ഥ, ഭയങ്കര അഡിക്ഷൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നു. അങ്ങനെ ഇവനെ ഇപ്പോൾ അവനെ ചികിത്സാ കേന്ദ്രത്തിൽ കൊണ്ടുപോയി അതിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പിന്നെ ചെറുപ്പക്കാരനായ ഒരു പയ്യൻ കൊല്ലപ്പെട്ടു. അങ്ങനെ അവൻ്റെ ആ കൊലപാതകത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ആ പയ്യനെ കൊന്നത് അവൻ്റെ സ്വന്തം അച്ഛനായിരുന്നു. അങ്ങനെ അപ്പോൾ എന്താ കാരണം എന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ നേരത്തേന് സമാനമായ ഒരു പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ ഈ അച്ഛന് പിന്നെ 2 മക്കളാണ്. അതായത് ഈ പയ്യനും ഉണ്ട്, പിന്നെ ഒരു മകളും ഉണ്ട്. അപ്പോൾ ഈ പയ്യൻ ലഹരിക്കടിമപ്പെട്ട് അവൻ്റെ മാനസിക നില തെറ്റി. പിന്നെ നേരത്തെ ആ സ്വന്തം മാതാവിനോട് തോന്നിയ ഒരു സമീപനം ഇവൻ്റെ സ്വന്തം സഹോദരിയോട്. ആലോചിച്ച് നോക്കണം, അത്രയും ഒരു അധപ്പതിച്ച അവസ്ഥയൊക്കെ ആ കുട്ടിയെത്തി. എന്നിട്ട് ഈ പിതാവിൻ്റെ ഒരു അവസ്ഥ നോക്കണം. ഈ പിതാവ് ഇതിന് സാക്ഷിയാവുക. കാരണം പിന്നെ സ്വന്തം മകളോട് ഇത്തരത്തിലുള്ളൊരു സമീപനം കണ്ട് അദ്ദേഹം ആകെ അസ്വസ്ഥനായി. അങ്ങനെ ഈ ചെറുപ്പത്തിൽ
മുതൽ ഇങ്ങനെ താലോലിച്ച് വളർത്തിയ ആ കൈ കൊണ്ട് തന്നെ ഈ സ്വന്തം മകനെ കൊല്ലേണ്ടി വരുന്ന ഒരവസ്ഥ, അത്രയൊരു ദുരന്ത അവസ്ഥയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ ഇത്തരം കേസുകളിൽ ഇപ്പോൾ ഈ മയക്കുമരുന്ന് വിൽപ്പനയിലേക്ക് ഇറങ്ങുന്ന കുറേ പ്രതികളുണ്ട്. ഇപ്പോൾ ഈ വിൽപ്പന സംബന്ധമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്ന ഇപ്പോൾ ചില പ്രതികളൊക്കെ നമുക്ക് കാണാം. ഇങ്ങനെ ചോദിച്ചറിയുമ്പോൾ അവർ തീരെ മയക്കുമരുന്ന് ഉപയോഗിക്കാത്തവരാണ്, പക്ഷെ ഉപയോഗിക്കാതെ വിൽപ്പന മാത്രം. എന്താ പ്രശ്നം? പിന്നെ ഇവർ ഒരു ചെറുപ്പകാലം മുതൽ ഒരു നല്ല പ്ലാനിങ് ഒന്നും ഇല്ലാതെ, അതായത് കരിയർ പ്ലാനിങ് ഇല്ലാതെ മുന്നോട്ട് പോയി. അപ്പോൾ അങ്ങനെ പഠനം മുന്നോട്ട് പോയി. പിന്നെ 20-25 വയസ്സായി ഒരു ജോലിയിലും ഒരു വരുമാനത്തിലൊന്നും എത്താത്ത ഒരു സാഹചര്യത്തിൽ ഇവർ ഇത്തരം തെറ്റായ വിൽപ്പനയ്ക്കൊക്കെ ഇറങ്ങിയ സംഭവങ്ങൾ. അപ്പോൾ ഒരു നല്ലൊരു പ്ലാനിങ് ഒന്നും ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് പോയി വലിയ മയക്കുമരുന്ന് വിൽപ്പനയിലൊക്കെ ആയി അങ്ങനെ പെട്ടവരുമുണ്ട്. ഓക്കെ സർ, നമുക്ക് സമയം അവസാനിപ്പിക്കാനായി. അതിൽ മുബഷീർ സാർ ഒരു കാര്യം രക്ഷിതാക്കൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാനായിട്ട്, നമ്മൾ ആരുടെ മക്കളിലും ഇത്തരത്തിൽ ഉപയോഗം വന്നേക്കാം. അപ്പോൾ നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയാൻ എന്തൊക്കെ തരത്തിലുള്ള സിംറ്റംസ് ആണ്, ലക്ഷണങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, എന്തൊക്കെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്, അഥവാ സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം 1. 2, എന്തൊക്കെ വസ്തുക്കളാണ് കുട്ടികളിൽ കാണുമ്പോൾ ഏതൊക്കെ വസ്തുക്കളെയാണ് നമ്മൾ അത്തരത്തിലുള്ള സംശയത്തോടെ മനസ്സിലാക്കേണ്ടത്? ആദ്യം നമ്മുടെ കുട്ടികളുടെ സ്വകാര്യ റൂമുകൾ എത്ര മാതാപിതാക്കൾക്ക് ആക്സസ് ഉണ്ട് എന്നുള്ളതാണ്, അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുമെന്നുള്ളതാണ്. അത് നമ്മൾ കയറി ചെല്ലാൻ ധൈര്യപ്പെടണം എന്നുള്ളതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് അവിടെ കാണാവുന്ന പല വസ്തുക്കളുണ്ട്. അതിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് 1, സിറിഞ്ചുകൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ്. ടാബ്ലറ്റുകൾ, പൊടികൾ, ഇതൊക്കെ മയക്കുമരുന്നായിട്ടുള്ള സംഗതികൾ തന്നെയാണ്. പിന്നെ ഗ്ലാസ് പൈപ്പുകൾ, പിന്നെ അതേപോലെ തന്നെ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റുകൾ, അലൂമിനിയം ഫോയിലുകൾ, റോള് ചെയ്തിട്ടുള്ള പേപ്പറുകൾ, ചെറിയ കാർഡുകൾ, ഇത്തരം സാധനങ്ങൾ ആ റൂമുകളിലോ അവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളാം ഇവർ ഇത്തരം സംഗതികളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത്. ഇത്തരം വസ്തുക്കളാണ്. പിന്നെ ചില പ്രത്യേക തരം ചൂയിങ്കങ്ങൾ, കൂടുതൽ അളവിൽ ചില മിഠായികൾ, ഇത്തരം സാധനങ്ങളും കണ്ടിട്ടുണ്ട് എങ്കിൽ സംശയിച്ചോളാം ഇത് ഇങ്ങനെ എന്തോ സംഗതികളാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ബോധപൂർവം ഇവരുടെ സ്വകാര്യതയിലേക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളൊക്കെ സാറ് പറഞ്ഞത്, ഒരു ഫോൺ വിളിച്ച കഥ പറഞ്ഞു, എൻ്റെ മക്കൾ ഇങ്ങനെ ചെയ്യില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും 100% ഇവിടെ ഇരിക്കുന്ന ആളുകൾ, ഉറപ്പാണ്. പക്ഷേ അങ്ങനെയുള്ള ആളുകളിൽ മക്കളുകൾ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ബോധ്യപ്പെടൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. കാരണം നമ്മൾ അവരെ ഇറക്കി വിടുന്നത് ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്കാണ്. നമ്മൾക്ക് കൺട്രോൾ ഇല്ലാത്തൊരു സമൂഹത്തിൽ പോയി തിരിച്ചു വരുന്ന മക്കളെ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും അവരുടെ റൂമുകൾ നമ്മൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ, ഒന്ന് നോക്കാൻ വേണ്ടിയുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇവരിൽ എന്തൊക്കെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായാലാണ് ഇവർ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാമെന്നുള്ളത്. ഒന്ന്, ഇവരുടെ സ്ലീപ്പ് സൈക്കിൾ റിവേഴ്സ് ചെയ്യാം. അതായത് പകൽ സമയത്ത് കിടന്നുറങ്ങുകയും രാത്രി സമയത്ത് ഉണർന്നിരിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മുടെ അധിക കുട്ടികളും ഇന്ന് ഉറങ്ങുന്നത് 2 മണി, 3 മണി, 4 മണി സമയത്താണ്. എഴുന്നേൽക്കുന്നത് പണിയൊന്നുമില്ലെങ്കിൽ 12 മണി, 1 മണി, 2 മണി, 3 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു 10 മണിക്കൊക്കെ അധിക കുട്ടികളും 10 മണിക്ക് എഴുന്നേൽക്കുന്നത് നമുക്ക് കണ്ടു. ഈ സ്ലീപ്പ് സൈക്കിൾ റിവേഴ്സൽ വന്നിട്ടുണ്ട് എങ്കിൽ ശ്രദ്ധിച്ചോളാം. രണ്ടാമത്തത്, ഇവരുടെ കണ്ണുകളിൽ ഒരു ചുമപ്പ് നിറമുണ്ട് എങ്കിൽ അതൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റും കണ്ണുകളിലെ ചുവപ്പ് നിറം. മൂന്നാമത്തത്, ഈ മൂക്കിൻ്റെ ചുറ്റും ഒരു തണർത്ത പോലെ ഒരു ചുമപ്പ് കളറുണ്ട് എങ്കിൽ സാധ്യതയുണ്ട്, ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത്, ഇവരുടെ ഭാരം കണ്ടമാനം കൂടുകയോ
കണ്ടമാനം കുറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. വിശപ്പ് അമിതമാവുന്നുണ്ടെങ്കിലോ കുറയുന്നുണ്ടെങ്കിലോ ശ്രദ്ധിക്കണം. നോർമലി കഴിക്കുന്നതിനേക്കാട്ടിലും കൂടുന്നുണ്ടെങ്കിലോ കുറയുന്നുണ്ടെങ്കിലോ ശ്രദ്ധിക്കണം. പിന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും പാടുകൾ ഉണ്ടെങ്കിൽ നോക്കണം. കൂടുതലായി പാടുകൾ ഉണ്ടെങ്കിൽ, എന്ത് തരം പാടുകളാണെങ്കിലും, കറുത്ത കളറിലുള്ള പാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തിയിട്ടുള്ള പാടുകളോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ മാനസികമായിട്ട് ഇവർക്ക് ഒരുപാട് പ്രശ്നം, ഇതൊക്കെ ശാരീരികമായി നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളാണ്. മാനസികമായിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും, വളരെ പെട്ടെന്ന് ദേഷ്യം വരും. ഒരു ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് കരയുക. ഇങ്ങനെ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ട് നമ്മളോട് എപ്പോഴും എന്തിനും ഏതിനും തർക്കിക്കുക. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇവർ സമൂഹത്തിൽ നിന്ന് ഉൾവലിയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. അതായത് ഒരു കല്യാണത്തിന് വിളിച്ചാൽ പോകുന്നില്ല, ഒരു 4 ആൾ കൂടുന്നിടത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നില്ല, ഒരു വീട്ടിലുള്ള ഒരു ചടങ്ങിലേക്ക് വിളിച്ചാൽ വരുന്നില്ല. ആളുകൾ കൂടുന്നിടത്തേക്ക് പോവാൻ കുട്ടികൾ മടിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അവർ ഒറ്റയ്ക്ക് വീട്ടിലെത്തുമ്പം ഒറ്റയ്ക്ക് റൂമിൽ അടച്ചിരിക്കാനാണ് ഇവർ താല്പര്യപ്പെടുന്നത് എങ്കിൽ സൂക്ഷിക്കണം. റൂം അടച്ച് കുറ്റിയിടുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ. പിന്നെ ഇവർക്ക് വരാവുന്ന ഒരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് ഇവരുടെ ഗ്യാങ് കൂട്ടുകാർ മാറുക. ഒരു പ്രത്യേകതരം കൂട്ടുകാരുടെ കൂടെ ആയിരുന്നു, പെട്ടെന്ന് അതങ്ങ് മാറുകയും ആരാണ് ഈ കൂട്ടുകാരെന്ന് നമ്മളോട് വെളിപ്പെടുത്താതിരിക്കുകയും അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായി കിട്ടാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത്. സാറ് പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളെ രക്ഷിക്കണമെന്നുണ്ട് എങ്കിൽ പ്രധാനപ്പെട്ട നമ്മളൊരു സംഗതി വെച്ചാൽ അവരുടെ കൂട്ടുകാരെ അറിയുക എന്നുള്ളതാണ്. ആരാണ് നമ്മളുടെ കുട്ടികളുടെ കൂട്ടുകാർ, ആരാണ് അവരുടെ ചുറ്റുമുള്ളത് അറിയുക. ഈ കൂട്ടുകാരെ കുറിച്ച് നിങ്ങളോട് അവർ പറയാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ, നിങ്ങൾ ചോദിക്കുമ്പോൾ പറയാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളാം, അവർ ഇത്തരം കൂട്ടുകെട്ടിലേക്ക് പോയിട്ടുണ്ടാവാം. പിന്നെ ഇവർക്ക് ശരീരത്തിന് ബാലൻസ് കിട്ടാതെ ഇങ്ങനെ ഇടയ്ക്ക്, അത് എക്സ്ട്രീം സ്റ്റേജിലാണ് വരിക, ബാലൻസ് കിട്ടാതെ ഇങ്ങനെ ആടിപ്പോവുക, സംസാരത്തിൽ പിന്നെ പരസ്പരം ബന്ധമില്ലാതെ വരിക, ഇതൊക്കെ കുറച്ച് കൂടിയ സ്റ്റേജിലേക്കാണ് വരിക. പിന്നെ ഇതിൻ്റെ സാമൂഹികമായിട്ടുള്ള വശങ്ങൾ, പണം കിട്ടിയിട്ടില്ല എങ്കിൽ ഭയങ്കരമായ പ്രശ്നം. അത് ഇതിൻ്റെ മറ്റു വശങ്ങളാണ്, അത് ഡിസ്കഷനിൽ വരുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ആരോഗ്യപരമായി നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ കുട്ടികളിൽ ഉണ്ട് എങ്കിൽ ഇതിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ സ്ലീപ്പ് സൈക്കിളാണ്, ഉറക്കത്തിൽ വരുന്ന വ്യത്യാസം. നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഓക്കെ, താങ്ക് യു സർ. നമ്മൾ ഈ ചർച്ചയോടെ അവസാനിപ്പിക്കുകയാണ്. അതിൽ അവസാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, രക്ഷിതാക്കൾക്കാണ് ഇതിൽ ഏറ്റവും വലിയ റോള്. മക്കൾ അതിലേക്ക് എത്താതിരിക്കാനും എത്തിക്കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരാനും. എത്തിക്കഴിഞ്ഞു അഡിക്റ്റഡ് ആണെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ അവരെ ശകാരിക്കാനും വീട്ടിൽ നിന്ന് പുറത്താക്കാനും ഒക്കെ ശ്രമിക്കുന്നതിനപ്പുറം അവരെ ഡി അഡിക്ഷൻ സെൻ്ററുകളിലേക്ക് കൊണ്ടുപോകാൻ, എക്സൈസിൻ്റെയും പോലീസിൻ്റെയും സംവിധാനങ്ങളുമായിട്ട് അവരെ ബന്ധപ്പെടുത്താൻ, ചേർത്താൻ, എല്ലാം കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളല്ല. ഇപ്പോൾ വിമുക്തി മിഷൻ ആണെങ്കിലും അതേപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ ആണെങ്കിലും ഒക്കെ പലതിനും അത്തരത്തിൽ ആളുകളെ റിഹാബിലിറ്റേറ്റ് ചെയ്യാൻ, അഥവാ ആളുകളെ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത്ര സംവിധാനങ്ങളിലേക്ക് പോവുക, ഡി അഡിക്ഷൻ സെൻ്ററുകളിലേക്ക്, റിഹാബിലിറ്റേഷൻ സെൻ്ററുകളിലേക്ക് അവരെ കൊണ്ടുപോവുക, അവരെ രക്ഷിക്കാൻ ശ്രമിക്കുക, അവർ കുറ്റപ്പെടുത്തി മാറ്റി നിർത്താനല്ല. ഒപ്പം തന്നെ അവർ പോവാതിരിക്കാനും പ്രത്യേക ശ്രദ്ധകൾ ഉണ്ടായിരിക്കുക. നമ്മുടെ നാലുപുറമുള്ള കച്ചവടക്കാരിലും മറ്റുമൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്ക് സിഗരറ്റ് കൊടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹാൻഡ്സ് പോലത്തെ ഇല്ലീഗലായിട്ടുള്ള സാധനങ്ങൾ വെക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഉറപ്പായി നിർബന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മളെ സ്വന്തക്കാരായിരിക്കും, അടുത്ത ആളുകളായിരിക്കും. പക്ഷെ അവർ ഇത്തരം തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ റിപ്പോർട്ട് ചെയ്യാത്തടത്ത്, ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് ശരിക്കും അത്തരത്തിൽ നമ്മൾ ആരാണെന്ന് അറിയാതെ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യാത്തടത്ത് നമ്മൾ എത്രയോ കുട്ടികളെ ഇതിലേക്ക് തള്ളിവിടാനുള്ള അനേകം കാരണങ്ങൾ ഒരാളായിട്ട് നമ്മൾ മാറണം നമ്മൾ ആലോചിക്കാം. അവിടെ ചില ആളുകളുമായിട്ടുള്ള ബന്ധം മാത്രമായിരിക്കും നമ്മുടെ മനസ്സിൽ കൺസേൺ ഉണ്ടാവുക. നമ്മൾ ചെയ്യുന്ന അപകടത്തിൻ്റെ ആഴെത്രയെന്ന് ആലോചിക്കുക. ലഹരി വിമുക്തിയുമായി ബന്ധപ്പെട്ട പോസ്റ്റർ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടോ, പരിപാടിക്ക് പങ്കെടുത്തുകൊണ്ടോ, റാലിക്ക് പോയതുകൊണ്ടോ നമ്മൾ ലഹരി വിമുക്തിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് മാറുന്നില്ല. ഇത്തരം പ്രാക്ടിക്കൽ വിഷയങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ നാലുപുറം ഇത്തരത്തിൽ കുട്ടികൾക്കും മറ്റൊക്കെ ഇത് വിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും എതിർക്കാനും റിപ്പോർട്ട് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ മതത്തിലേക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ. ഈ വിഷയങ്ങളൊക്കെ അറിയുന്ന ആളുകളും ചിലപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും, ഡോക്ടർമാരിലുണ്ടാവും, എക്സൈസ് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരിലുണ്ടാവും, അധ്യാപകരിലുണ്ടാവും. അറിയാഞ്ഞിട്ടല്ല, എന്തുകൊണ്ട് ഞാൻ മാറണമെന്നൊരു ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. അവിടെയാണ് ഇസ്ലാം 23 കൊല്ലം കൊണ്ട് മദ്യത്തിൽ മുങ്ങിക്കുളിച്ചൊരു സമൂഹത്തെ മുഴുവനായിട്ട് മതം കൊണ്ട് മാത്രം മാറ്റിയെടുത്തത്.
എൻ്റെ പടച്ചവന് വേണ്ടി ഞാൻ മാറുന്നു എന്ന ബോധ്യം കുട്ടികളിൽ, അല്ലെങ്കിൽ മാറണമെന്ന ബോധ്യം കുട്ടികളിൽ ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ്. സെഷനോട് അവസാനിപ്പിക്കുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൈൽ സാബിർ സാറിനും ലത്തീഫ് സാറിനും മുബഷ് സാറിനും ഒക്കെ നന്ദി അറിയിക്കണം. ഒപ്പം തന്നെ ഇവിടെ ഞങ്ങളെ കേട്ടിരുന്ന ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.